കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ തൂവൽ കൊണ്ട് അവൻ നമ്മളെ മറച്ച് തൻ്റെ ചിറകിൻ്റെ കീഴിൽ നമുക്ക് ശരണം തന്ന് നമ്മെ നടത്തുന്ന പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെയും ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയും യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ഒരു ശതാധിപന്റെ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശതാധിപൻ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത് തൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളോ തൻ്റെ മക്കളുടെ വിഷയവുമായിട്ടല്ല താൻ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത്. താൻ സ്നേഹിച്ച, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ദാസൻ പക്ഷപാത രോഗം പിടിച്ച് കഠിന വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവൻ കഠിന വേദന പിടിച്ച് മരിപ്പാറായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ശതാധിപനെ സംബന്ധിച്ചോളം അവൻ അധികാരം ഉള്ളവനാണ്. അതുമാത്രമല്ല, അവൻ റോമൻ പട്ടാളത്തിലെ ഒരു കമാൻഡറാണ്. യഹൂദന്മാർക്കൊരു പള്ളി വെച്ചു കൊടുത്തവനാണ്. യഹൂദന്മാരെ സ്നേഹിക്കുന്നവനാണ്. ഈ വിധത്തിലുള്ള നല്ല ഗുണങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ ഉപരിയായി യേശുവിലുള്ള ആഴമേറിയ വിശ്വാസം അവനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിലുള്ള ആഴമേറിയ വിശ്വാസം, അവന്റെ വിശ്വാസത്തെ യേശു മാനിക്കുന്നുണ്ട്. യേശു പറയുന്നു, യഹൂദന്മാരിൽ പോലും ഇല്ലാത്ത വിശ്വാസം ഒരു യഹൂദനല്ലാത്തവനുണ്ട് എന്ന് യേശു പറയുകയാണ്. എന്താണ് യേശുവിനെ ആശ്ചര്യപ്പെടുത്തിയ, യേശുവിനെ അതിശയപ്പെടുത്തിയ വിഷയം എന്താണ്? ആ ശതാധിപൻ പറയുകയാണ്, ഗുരു, ഞാൻ ഒരുവനോട് പോകാൻ പറഞ്ഞാൽ പോകുന്നു, ഇന്നത് ചെയ്യുവാൻ പറഞ്ഞാൽ ചെയ്യും. എൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ എന്നെ അനുസരിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ഇതെല്ലാം എനിക്കുണ്ടെങ്കിലും എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്താണ് എൻ്റെ പ്രശ്നം? എൻ്റെ ബാല്യക്കാരൻ മരിപ്പാറായിരിക്കുന്നു ഗുരു. എനിക്ക് സാമ്പത്തികമുണ്ട്, എനിക്ക് ധാരാളം നന്മകൾ എനിക്കുണ്ട്. ഒരുപക്ഷെ പല വൈദ്യന്മാരെൻ്റെ ഭവനത്തിലുണ്ട്, ചികിത്സാ രീതികളുണ്ട്. പക്ഷെങ്കിൽ ഇവർക്കാർക്കും എൻ്റെ ദാസന്റെ രോഗത്തെ, ദീനത്തെ, നിലവിളിയെ, കണ്ണുനീരിനെ പരിഹരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ ഭൂതം മാറിപ്പോയിട്ടുണ്ട്. അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ തിരമാലകൾ ശാന്തമായിട്ടുണ്ട്. അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ കടൽ ശാന്തമായിട്ടുണ്ട്. അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. അങ്ങയുടെ വാക്കിന്റെ മുൻപിൽ പച്ചവെള്ളം മുന്തിരിച്ചാറായി മാറിയിട്ടുണ്ട്. അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഗുരു, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ നിലവിളിക്കുന്ന, മണ്ണത്തോട് മല്ലടിക്കുന്ന എൻ്റെ ദാസന് ജീവൻ ലഭിക്കും, എൻ്റെ ദാസന് സൗഖ്യം ലഭിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ വലിയ പ്രകാശമുള്ളവനാണ്, അങ്ങ് വിശുദ്ധനാണ്. എന്റെ പുരക്കകത്ത് വരുവാൻ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഗുരു. ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന്റെ മരണത്തിന്റെ കെണികൾ പൊട്ടും. എന്റെ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിക്കും. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ധനത്തിനോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിനോ ചെയ്യുവാൻ കഴിയാത്തത് യേശുവിന് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ്. യേശുവിന് വേണ്ടത് എന്താണ്? യേശുവിന് വേണ്ടത് യേശുവിനുള്ള ആഴമേറിയ വിശ്വാസമാണ്. ഈ ശതാധിപന്റെ ഭവനത്തെ വേദനയിലേക്ക് താഴ്ത്തിക്കൊണ്ട് എപ്പോൾ നിലവിളിയുടെ ശബ്ദം മാത്രം ഉയർന്നുകൊണ്ടിരിക്കുന്ന, ആരാലും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത, ശതാധിപന്റെ അധികാരം ഉപയോഗിച്ച് പോലും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ആ അവസ്ഥ യേശുവിനോട് പറയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. പ്രിയരെ, ജീവിതത്തിന്റെ മുൻപിൽ ഏതൊക്കെ അനുഭവങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നത്? നിന്റെ ജീവിതത്തിനെതിരെ ഉയർന്നു വരുന്ന തിരമാലകളാണോ? നിന്റെ ജീവിതത്തെ അടിച്ചു കളയുന്ന ശക്തമായ കാറ്റുകളാണോ? മാറാ രോഗങ്ങളാണോ? വേദനകളും നിലവിളികളുമാണോ? കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന്റെ, ആ കുടുംബത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പലവിധമായ പ്രശ്നങ്ങളാണോ? ഭാരപ്പെടേണ്ട. യേശുവിനോട് പറ, യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ കാറ്റ് ശാന്തമാകും. യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ തിര ശാന്തമാകും. യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ രോഗം സൗഖ്യമാകും. യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ വേദന മാറും. യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇവിടെ മരണത്തിൽ നിന്നൊരു വിടുതലുണ്ട്. യേശുവിനോട് പറയുവാൻ കഴിയുമോ? ഈ ശതാധിപൻ തന്റെ അധികാരങ്ങളും തന്റെ ശ്രേഷ്ഠതകളുമെല്ലാം യേശുവിന്റെ പാദത്തിൽ സമർപ്പിച്ചു. അവൻ യേശുവിൽ വിശ്വസിച്ചു. അതെ, യേശു അവന് വേണ്ടി ഒരു വാക്ക് കൽപ്പിച്ചു. യേശു അവന്റെ വിശ്വാസത്തെ മാനിച്ച് ഒരു വാക്ക് കൽപ്പിച്ചു. നീ വിശ്വസിച്ചത് പോലെ തന്നെ സംഭവിക്കൂ, പോകൂ എന്ന് പറഞ്ഞ നാഴികയിൽ തന്നെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് വേദനയിൽ പുളഞ്ഞു നിന്ന ആ ബാല്യക്കാരന് സൗഖ്യം വന്നു എന്നുള്ളതാണ്. അത് ഈ ദിവസങ്ങളിൽ നിന്റെ തലമുറയിൽ ഒരു സൗഖ്യം, നിന്റെ ഭവനത്തിൽ ഒരു സൗഖ്യം, നാളുകളായി നീറിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മേൽ വിടുതൽ തരുവാൻ യേശുവിന് കഴിയുമെന്നുള്ളതാണ്. അവന്റെ പാദപീഠത്തിൽ സമർപ്പിക്കൂ, ഒരു വാക്ക് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് നീ പറയൂ. അവൻ കൽപ്പിക്കുവാൻ വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കേണ്ട. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ വിഷയനടുവിൽ ഒരു വാക്ക് നീ കൽപ്പിക്കണമേ. അവരുടെ കൊടുങ്കാറ്റ് ശാന്തമാകട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, തലമുറകൾ വിടിവിക്കപ്പെട്ട് കർത്താവേ, അവരുടെ ജീവിതത്തിന്മേൽ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരട്ടെ കർത്താവേ. നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.